ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നൊരു തട്ടിക്കൂട്ട് എന്ന് പറയാൻ പറ്റൂല, എന്നാലും പറയാമെന്ന് പറഞ്ഞ മാതിരി ഒരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. പായസത്തിന് നമ്മൾ 2 പേക്ക് പാൽ ഒഴിച്ചിരിക്കുന്നു. ഇതിലേക്ക് പാൽ നല്ലോണം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമ്മൾ പായസത്തിൻ്റെ ഇതാണ് കേട്ടോ വാങ്ങിയത്. ഇതാണ് വാങ്ങിയത്. ഇതെന്താക്കണം, പൊട്ടിച്ചിട്ട് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞു, ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് കേട്ടോ. എന്നെക്കൊണ്ട് അത് വാങ്ങിയത്. അങ്ങനെ നമ്മൾ പാലൊക്കെ നല്ലോണം വെട്ടി തെളിച്ചിട്ടുണ്ട്. ഞാനിതാ പൊട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലെല്ലാം പഞ്ചസാര ഉണ്ട്, ഉപ്പുണ്ട്, എല്ലാ സാധനവും ഉണ്ടെന്നാണ് പറയുന്നത്. ഏലക്കായും ഇതൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം. അണ്ടിപ്പരിപ്പിൻ്റെ പൊടി വേറെ എന്തൊക്കെയോ എന്തെല്ലോ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണത്. ഇതിനെക്കൊണ്ട് ഉണ്ടാക്കി നോക്കാം, അറിയില്ല. കാച്ചി നോക്കട്ടെ. ഏലക്കായ ഇല്ലെങ്കിൽ നമ്മളവിടെ പൊടിച്ച് വെച്ച ഏലക്കായ ഉണ്ട്, അത് കുറച്ച് ഇടേണ്ടി വരും. ഇതോട്ടാ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്. ഇതാ അതിൽ തന്നെ ഇതാണ്ട അണ്ടിപ്പരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇല്ലാന്ന് വിചാരിച്ചു. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നല്ലെങ്കിലൊന്ന് നമുക്ക് ഇത്തിരി ഉണക്കമുന്തിരി ഇട്ടുകാണ്ട്, ഉണക്കമുന്തിരി ഒന്നും ഞാൻ ഇതിൽ കാണില്ല. അതാ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പോയിങ്ങോണ്ട് നിൽക്കണതാ. വേറെ ഒന്നും കൂടെ ഇതാ എത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ രസം ആട്ടെ. ഇതിലേക്ക് ഞാൻ രസം ഇതൊക്കെ കേട്ടോ ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അതിടാൻ ഞാൻ ശരിയാവില്ല, കാരണം നല്ലൊരു മണം കിട്ടണമെങ്കിൽ നമ്മൾ ഏലക്കായ ഇടേണ്ടി. ഇതിന് അപ്പം പോലെ ആകണമെങ്കിൽ ഒന്ന് ചൂട് തന്നെ കേട്ടോ. ഞാനിതിൽ മിൽക്ക് മേഡ് കൂട്ടിയിട്ടില്ല കേട്ടോ. മിൽക്ക് മേഡ് വെച്ചാൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയതുള്ളത്. പഞ്ചസാര വറുത്തുങ്ങാണ്ട് എന്തോ പൊടിയും കലക്കിയിട്ട് മിൽക്ക് മേഡായി. അപ്പോൾ വാങ്ങിക്കൊണ്ട് വെച്ചാൽ കട്ടി മധുരവും കൊഴുപ്പൊക്കെ ആയിരിക്കും. എങ്കിലും എനിക്കിഷ്ടമില്ല. ഞാൻ എപ്പം പായസം ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മേഡ് ഞാൻ കൂട്ടാറില്ല. ഇനി അതിനാരെ കമൻറ്റ് ഇടണ്ട വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ കൂട്ടിട്ടോ. നമ്മളെ പായസം നല്ലോണം തിളച്ചു വെന്തു. ഇതാ ഇനി ഇതിലൊന്ന് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടുകൊണ്ട് നല്ല ഒഴിച്ചിട്ടൊന്ന് വറവിട്ടാൽ മതി, തൂമിച്ചാൽ മതി. ഇതിന് കുറച്ചും കൂടെ കുറുകിട്ടാൽ തണിമ്പോൾ. ചട്ടി വെച്ച് നെയ്യ് ഇട്ടിക്കണേ, കുറച്ചും കൂടെ വേണം. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഇതട്ടാ ചൂടായിരിക്കുന്നത്. ഇതാ മുന്തിരിങ്ങ തെയ്യത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരിയാണ്. അണ്ടിപ്പരിപ്പൊക്കെ അതിലുണ്ടായിരുന്നു, അതാണ് ഇടാഞ്ഞത്. ഇതാ ഇത് കുഴിച്ചു. അങ്ങനെ നമ്മുടെ പായസം റെഡി മക്കളെ. പായസം റെഡി, പായസം റെഡി. എന്തി ഒച്ച ഉണ്ടാക്കല്ലേ, ഞാനിതത് ഉണ്ടാക്കുകയാണ്. ഇതോ പായസം റെഡി ആയിക്കുന്നു. നല്ല അടിപൊളി മണം. നല്ല ഇതിൻ്റെ ഏലക്കായി പാല് എല്ലാം കൂടെ അവിടെ ചേർന്നപ്പോഴേ അടിപൊളിയാട്ടോ. ഇതിന് ചൂട് ചെറുങ്ങനെ ഒന്ന് തണിയട്ടെ, എന്നിട്ട് നമുക്ക് കുടിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.